ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ മഴക്കാലമൊക്കെ അല്ലേ, അപ്പം മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടുള്ള സമയമാണ്. ട്രോളിങ് നിരോധനമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മുട്ട വെച്ചുണ്ടാക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. പിന്നെ മുട്ട എപ്പോഴും നമ്മളിങ്ങനെ ഈ ഓംലെറ്റ് ചെയ്തും അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തും വറുത്തും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പം ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കടായി വെച്ചു. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് ലേശം കടുകിട്ടൊന്ന് അത് പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചിയാണ്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കണം. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഞാനൊരു 5-6 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അതും അരിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് പിന്നെ ഇടേണ്ടത് ഒരു 3 പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 3 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി വേണ്ടത് ഉള്ളി ചതച്ചതാണ്. ചതച്ച ഉള്ളി, ചെറിയ ഉള്ളി തന്നെ എടുക്കണേ. ചെറിയ ഉള്ളി ചതച്ചത് ഒരു 10-15, ഒരു 12 ഉള്ളിയുണ്ട് ചതച്ചത് കേട്ടോ. വലിയ ഉള്ളി കഷ്ണമാണ്, അത് ചതച്ചതിട്ടു. ഇനി അതിനെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളറിൽ. അത് കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 4 പപ്പടമാണ്. 4 3 അത് ഇഷ്ടമുള്ള ഇടാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന 3 പപ്പടം ഇട്ടിട്ടുള്ളൂ. എനിക്ക് അത്രയും മതിയായതുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടം കൂടുതൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ പപ്പടം ഇട്ട് കീറി ഇടണം. പപ്പടം കഷ്ണങ്ങളായിട്ട് മുറിച്ച പപ്പടം വറക്കണ്ട. ഇതിനകത്തേക്ക് പച്ചപ്പപ്പടം തന്നെ ഇടുന്നത്. അതിട്ട് നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാത്തിനെയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതിനകത്ത് മസാലകളാണ്. ഒരു ടീസ്പൂണ് നല്ല കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണേ. എല്ലാം കൂടെ ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാകുന്നത് വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കുക. ഇനി വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ. ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കുക കേട്ടോ. ഇത് അതിൻ്റെ ഇതുണ്ടല്ലോ, കടായി ഇച്ചിരി വലുതായിപ്പോയി, ചെറുത് മതിയായിരുന്നു. ഞാനത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓർത്ത് ഇനി മാറ്റേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ലോണം കീന്തിയിട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട് ഞങ്ങൾ 2 പേരെ ഉള്ളതുകൊണ്ടാണ് 2 മുട്ട എടുത്തു. അതിനെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ മുട്ട കഴിവതും പൊട്ടാതെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ വലിയ നല്ലതായിരിക്കും. അതിൻ്റെ ആ മഞ്ഞ ഉണ്ണി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് നല്ല പൊടിഞ്ഞു പോകാതെ രണ്ടും എടുക്കണം. എൻ്റെ നല്ല രസമായിട്ട് വന്നു കേട്ടോ. അത് പൊട്ടിയിട്ടില്ല. ഇനിയിപ്പം നമ്മളതിനെ ഇളക്കുമ്പോൾ ആ ഉണ്ണി പൊട്ടിപ്പോകാതെ വേണം ഇളക്കാൻ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പക്ഷേ അതിനെ ഇത് ചെയ്യരുത്, ശല്യം ചെയ്യരുത്. ഇനി നമുക്ക് കുറച്ച് നേരം അതിനെ ഒന്ന് അടച്ച് വെക്കാം. എന്താണെന്നോ അത് നല്ല വെന്ത ഒരു പരുവത്തിന് എത്താൻ വേണ്ടിയിട്ട് നമുക്കതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഒക്കെ ഇടാനുള്ളത് ഈ സമയത്താണ് ഇട്ട് കൊടുത്തേക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ മുട്ട 2 മുട്ടയും എടുത്ത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ തട്ടി പൊത്തിയൊക്കെ വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ, നല്ല പച്ചക്കറിവേപ്പില പിന്നെയും ഒന്നുകൂടെ ഇടുക. തീർന്നു. നമ്മുടെ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക.